ആഴ്ചകളോ മാസങ്ങളോ നീളുന്ന യുദ്ധത്തിന് തയ്യാറാണെന്ന് വലിയ വായിൽ പ്രഖ്യാപിച്ചിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലേക്ക് സൈന്യത്തെ അയച്ചത്. എന്നാൽ വെറും 12 ദിവസം പിന്നിടുമ്പോഴേക്കും വൈറ്റ് ഹൗസ് പ്ലേറ്റ് മറച്ചിടുകയാണ്. എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് തലയൂരാനുള്ള എക്സിറ്റ് റാമ്പ് അന്വേഷിക്കുകയാണ് ഇപ്പോൾ ട്രംപും കൂട്ടരും. ഇറാനിലെ തീവ്രവാദ ഭരണകൂടമായിട്ടുള്ള IRGCയെ പൂർണ്ണമായും ഇല്ലാതാക്കുക, അവിടെ ഒരു ജനാധിപത്യ ഭരണമാറ്റം കൊണ്ടുവരിക എന്നതായിരുന്നു അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ അത് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ട്രംപ് പിൻവാങ്ങാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഇറാൻ പ്രേമം വടിഞ്ഞൊഴുകുന്ന നമ്മുടെ മലയാള മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇറാന്റെ തിരിച്ചടിയോ അല്ലെങ്കിൽ എണ്ണവില വർധനവോ ഒന്നും തന്നെ അല്ല അമേരിക്കയെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. അതിനു പിന്നിലെ യഥാർത്ഥ കാരണം മറ്റൊന്നാണ്. ഇറാനിലെ സാധാരണ ജനങ്ങൾ IRGC എന്ന അടിച്ചമർത്തൽ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുമ്പോൾ ഇറാൻ ദേശീയ സൈന്യം IRAF അവർക്കൊപ്പം നിൽക്കുമെന്നും അങ്ങനെ പുതിയൊരു സർക്കാർ അവിടെ രൂപപ്പെടുമെന്നുമാണ് അമേരിക്ക കണക്ക് കൂട്ടിയത്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇറാന്റെ ദേശീയ സൈന്യം തീർത്തും ദുർബലരാണെന്നും IRGCയെ എതിർക്കാനുള്ള നട്ടെല്ല് അവർക്കില്ലെന്നും അമേരിക്ക തിരിച്ചറിയാൻ വൈകിപ്പോയി. ഇറാന്റെ യഥാർത്ഥ ശത്രുക്കൾ അമേരിക്കയോ പാശ്ചാത്യ രാജ്യങ്ങളോ അല്ല, മറിച്ച് സ്വന്തം ജനതയെ അടിച്ചമർത്തുകയും അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്ന IRGCയും അവരുടെ തീവ്രവാദ പ്രത്യയശാസ്ത്രവുമാണ്. ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും പണം വാരിയെറിഞ്ഞ് പശ്ചിമേഷ്യയിൽ നിരന്തരം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഈ സംവിധാനത്തെ ഇല്ലാതാക്കാൻ കിട്ടിയ ഏറ്റവും മികച്ച അവസരമാണ് ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിന്റെ പിൻവാങ്ങലിലൂടെ നഷ്ടമാകുന്നത്. ഇറാൻ ജനതയുടെ വിമോചനം എന്ന വലിയ ലക്ഷ്യം പാതിവഴിയിൽ ഉപേക്ഷിച്ചാണ് ട്രംപിന്റെ മടക്കം. അമേരിക്കയുടെ ഈ പെട്ടെന്നുള്ള പിന്മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇസ്രയേലിനെയാണ്. കാരണം അമേരിക്കയ്ക്ക് ഇറാൻ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു രാജ്യം മാത്രമാണെങ്കിൽ ഇസ്രയേലിന് തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ ജീവൻ മരണ ഭീഷണിയാണ് IRGC. ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറെടുക്കുന്നതോടെ ഇസ്രയേലിന് മുന്നിലുള്ള സമയം വളരെ കുറവാണ്. അതിനാൽ വരും ദിവസങ്ങളിൽ ഇസ്രയേൽ പൂർണ്ണമായും ഒരു റോഗ് മോഡിലേക്ക് മാറാനുള്ള സാധ്യത ഏറെയാണ്. ലഭ്യമായ കുറഞ്ഞ സമയത്തിനുള്ളിൽ IRGCയുടെ പരമാവധി താവളങ്ങളും ലക്ഷ്യസ്ഥാനങ്ങളും ഇല്ലാതാക്കാൻ ഇസ്രയേൽ അവരുടെ മുഴുവൻ പ്രഹരശേഷിയും ഇറാനുമേൽ പ്രയോഗിച്ചേക്കാം. ഒരുപക്ഷെ ഇറാനുമേൽ സംഹാര താണ്ഡവം തന്നെ ഇസ്രയേൽ വരും ദിവസങ്ങളിൽ ചെയ്തത് വന്നേക്കാം. ചുരുക്കത്തിൽ അമേരിക്കയുടെ കണക്ക് കൂട്ടലുകൾ പിഴച്ചപ്പോൾ വീണ്ടും ദുരിതത്തിലാകുന്നത് ഇറാനിലെ സാധാരണ ജനങ്ങളാണ്. അമേരിക്ക പിൻവാങ്ങുന്നതോടെ സ്വന്തം അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രയേൽ നടത്തുന്ന ഉദ്വേഗഭരിതമായ അവസാനവട്ട പോരാട്ടം വരും ദിവസങ്ങളിൽ കാണാനാകും. സ്വന്തം ജനതയുടെ ചോരയൂറ്റി കുടിക്കുന്ന IRGC എന്ന ഭീകര സംഘടന വേരോടെ പിഴുതെറിയപ്പെടാത്തിടത്തോളം ഇറാനിലെ സാധാരണക്കാർക്കും പശ്ചിമേഷ്യയ്ക്കും സമാധാനം എന്നത് ഒരു വിദൂര സ്വപ്നം മാത്രമായി തുടരും. ന്യൂസ് ഡെസ്ക് മലയാളം.